അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി പഞ്ഞു പോലത്തെ വെള്ളയപ്പമാണ്. സാധാരണ നമുക്ക് 8 മണിക്കൂറൊക്കെ അരച്ച് വയ്ക്കൊക്കെ വേണ്ടേ. അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 2 മണിക്കൂർ അരച്ച് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള വെള്ളയപ്പം ചൂടാം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ല പഞ്ഞു പോലത്തെ വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് അരി വെള്ളം നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ കിണ്ണത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഏത് കപ്പിലാണോ പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് അതിൻ്റെ പകുതി തേങ്ങ എടുക്കുക. അതുപോലെ തന്നെ പകുതി ചോറ്, 1/2 കപ്പ് ചോറ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണിൽ അധികമായിട്ട് കുറച്ചധികമായിട്ട് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂട് കാലാവസ്ഥയിലാണെങ്കിൽ ചൂടുവെള്ളത്തിൻ്റെ ആവശ്യമില്ല, നല്ല സാധാ വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് ഓവർനൈറ്റോ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂർ അടച്ച് വെച്ചിട്ട് കുതിർത്താൻ വെക്കാം. ഇത് രാവിലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മുതിയ നല്ലപോലെ നല്ല നൈസായിട്ട് അരച്ചെടുത്ത് ഇവിടെ ഞാൻ ഈ മാവ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ഒരു കിണ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഈ അരി അരച്ച മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഒരു പാത്രത്തിൽ അതേപോലും കുറച്ച് ചെറിയൊരു കിണ്ണത്തിൽ ഞാൻ നല്ല ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ആ അരച്ചു വെച്ച മാവ് അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അതായത് നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് മുട്ടാതെ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടി. ഇനി ഇത് 2 മണിക്കൂർ അടച്ചു വെക്കാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നല്ലപോലെ പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു കട്ടിൻ്റെ മതി വെള്ളയപ്പത്തിന്. ഈ ഒരു കട്ടിയിലാണ് വേണ്ടത്. അപ്പോൾ നമുക്കിനി ഇത് ചുട്ടെടുക്കാം. വെള്ളയപ്പം ചൂടാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വെള്ളയപ്പ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നല്ലപോലെ തീ കുറച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ഓട്ട വരുമില്ലേ, അതിന് ശേഷം അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വളരെ ചെറിയ തീയിൽ ചുട്ടെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ തീരെ കൂടാതെ തന്നെ അപ്പം ചുട്ടെടുക്കാൻ. ഏകദേശം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ലപോലെ നടുവൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അപ്പച്ചട്ടിയിൽ നിന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കാം. നല്ല പഞ്ഞു പോലത്തെ വെള്ളയപ്പം റെഡിയായി. നിങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തുടക്കക്കാർക്ക് പോലും നല്ല പഞ്ഞു പോലത്തെ പാലപ്പം ചുട്ടെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്